സരേ സാനി സസഗാരേ നീ സസരേ സാനി സസഗാ. ഇമ്മ, നിങ്ങൾ എന്ത് വർത്താനം ഇപ്പൊ അവിടെ നിന്ന് പറഞ്ഞത്? എന്തിയ ഞാൻ പറഞ്ഞതിൽ എന്താ തെറ്റുള്ളത്? ഇന്റെ ആള് പറയും. അന്റെ മൂത്തച്ചിക്ക് ഇത്രയും കാലായിട്ട് ഒരു കുഞ്ഞിനെ പേർക്ക് കൊടുക്കാൻ കഴിഞ്ഞിക്കണ്. പിന്നെ ഇപ്പൊ ഞാൻ പറഞ്ഞതിൽ ഇപ്പൊ എന്താ തെറ്റുള്ളത്? പൂവിയെ എന്തെങ്കിലും തെറ്റുണ്ടാ? അതിന്റെ ആള് പറയും. അതൊക്കെ ശരിയാണ് നിങ്ങൾ പറഞ്ഞത്. എന്നാലും നിങ്ങൾ അങ്ങനൊന്നും പറയണ്ടായിരുന്നു. ആ, എന്തായാലേ പറയാനുള്ളത് പറഞ്ഞു കഴിഞ്ഞില്ലേ. ഇനിയിപ്പൊ പറഞ്ഞിട്ട് കാര്യം നീയല്ല, ഒരു കാര്യമില്ല. എന്തായാലേ ഇമ്മ പോട്ടെ. ഒരാഴ്ച കഴിഞ്ഞിട്ടുണ്ടെങ്കിലേ ഇമ്മാന്റെ കുട്ടീനെ കൂട്ടിക്കൊണ്ടുവരാനായി. നമ്മ പോയിട്ടാ പോകുമ്പില്ലമ്മ. ഇമ്മാനോടൊന്ന് പറഞ്ഞിട്ട് പോയിക്കാളെ. നീ വെറുതെ മനസ്സിലൊരു കറ വെച്ച് പോണ്ട. അതൊക്കെ ഞാൻ പറഞ്ഞോണ്ട് ഇക്ക് മനസ്സിലെ ആരോടും കറൊന്നുമില്ല. ഇനിയിപ്പൊ എന്റെ അമ്മായിമാക്ക് എന്നോട് മനസ്സിൽ കറുണ്ടെങ്കിലും ഇല്ലെങ്കിലും ഇമ്മാക്ക് അതൊരു പ്രശ്നം തന്നെയല്ല. പറയാനുള്ളതേ ആരെ മൂത്ത് നോക്കിയിട്ടേ പറഞ്ഞിട്ട് പണ്ടേ ഉമ്മാക്ക് ശീലാണ്. അത് ഉമ്മാന്റെ കുട്ടിക്ക് അറിയണ തന്നെയല്ലേ. നമ്മ പോയിട്ടാ. ഇനി എന്നാ വരിക? ഇനി പ്രസവത്തിന് കൂട്ടിക്കൊണ്ടോണ അന്ന് വരുള്ളൂ? ആ, അന്ന് തന്നെ ഇമ്മ വരുള്ളൂ. അതിന്റെ ഇടക്ക് ഇപ്പൊ വരാൻ നേരമില്ലല്ലോ. ഇമ്മ ഫോൺ വിളിക്കണ്ട്. ഇമ്മ ഞാൻ അവിടെ എത്തിയിട്ട് ഫോൺ വിളിക്കട്ടാ. ഇനി ഇമ്മാന്റെ കുട്ടിയെ ഉമ്മ അങ്ങനെ ഇവിടെ വന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് ആലോചിക്കാണ്ട് വെറുതെ ടെൻഷൻ അടിക്കണ്ട. വെറുതെ ഇനി തലകറക്കോ അത് ഇതൊക്കെ കൂടുള്ളൂ. ആ കാര്യം ചിന്തിക്കണ്ട. പറയാനുള്ളതേ ആരോടായാലും നമ്മളെ എപ്പോഴായാലും മുഖത്ത് നോക്കി പറയണം. മനസ്സിലായില്ലേ? ഉമ്മ പോയിട്ടാ. ആകെ സുയിപ്പല്ല. എങ്ങനെ ഞാൻ മാളത്തോത്താലും മൂത്ത് നോക്കില്ല. അവനോട് വരാൻ പറയണ്ടെങ്കില. മാളത്താത്ത, നിങ്ങളത് വീടി പൂവിന്റെ ഉമ്മാന്റെ സ്വഭാവം നിങ്ങൾക്ക് അറിയണ തന്നെയല്ലേ. പൂവിന്റെ ഉമ്മാക്ക് എവിടെ എന്താ പറയണ്ടെന്നുള്ള തീരെ ബോധമില്ലാന്ന് അറിയണല്ലേ. ഇന്നും ഇന്നലെയും കാണാൻ തുടച്ചെന്നല്ലേ നമ്മളതിന്. അതിന് നാക്കിന് തീരെ ഇല്ലില്ല. അതുകൊണ്ടാണ് അവൻ ഇങ്ങനൊക്കെ പറയുന്നത്. നിങ്ങൾ അത് ആലോചിച്ചിങ്ങനെ നിക്കല്ലേ. നിങ്ങൾ ആ വിഷയം വീടി മാളത്താത്ത. പൂവിന്റെ ഉമ്മ പറഞ്ഞത് ശരിയെന്നല്ലേ ഫിദ. ഇത്രയും കൊല്ലായിട്ട് നിങ്ങൾക്ക് ഒരു പൈതല് തരം പറ്റിയിട്ടില്ല. മാളത്താത്ത, നിങ്ങളിങ്ങനെ ടെൻഷൻ അടിക്കണ്ട. നിങ്ങൾ നോക്കിക്കോളി. നമ്മൾ ആരും പ്രതീക്ഷിക്കാതെ തന്നെ പഠിച്ചവനെ നിങ്ങൾക്ക് തരും ആ സന്തോഷം. ഫിദനോട് ഇനിയിപ്പോ സങ്കടം തീരോളം ഓരോന്ന് പറഞ്ഞു നാട് നിൽക്കും. എന്റെ കുട്ടിക്ക് അത്രയും സങ്കടമായിക്കണ തോന്നുന്നു പൂവിന്റെ അമ്മ പറഞ്ഞത്. എന്തിനാ പൂര അതിന്റെ മുഖത്ത് നോക്കി കണ്ട് അങ്ങനൊക്കെ പറഞ്ഞത്? ഈ പാപക്കൂര എവിടെ കൊണ്ടുപോയി ഒതുക്കും? പഠിച്ചോന് എന്റെ 2 മക്കൾക്കും ഒരു കുഞ്ഞിനെ കാണാനുള്ള ഭാഗ്യമില്ലാതായല്ലോ റബ്ബ്. ഇനിയിങ്ങനെ എല്ലാരും കൊത്തുവാക്ക് കേൾക്കാനും പരിഹാസം കേൾക്കാനും തന്നെയാണ് എന്റെ വീട്. എത്ര കൊല്ലായി ഞാനിത് കേൾക്കണം. ഞങ്ങളാരേ ഇത്താനൊരു കുത്തുവാക്ക് പോലും പറഞ്ഞില്ല ഇതിന്റെ പേരില്. പിന്നെ എന്തിനത്താ നിങ്ങൾ ഇങ്ങനെ ടെൻഷൻ അടിക്കണത്? മറ്റുള്ളവർ പറഞ്ഞതും കേട്ടുകാണ്ടേ നമ്മൾ ടെൻഷൻ അടിക്കാൻ നിന്നാലേ അതിനെ നേരം കാണുള്ളൂ. നിങ്ങളിങ്ങനെ സങ്കടപ്പെടല്ലേ. ഞാനേ ഉമ്മാന്റെ അടുത്ത് വന്നോണ്ട് ചെല്ലട്ടെ. കുഞ്ഞിക്കാരെ കാണാനുള്ള ഭാഗ്യം തന്നീരല്ലാതെ എത്ര പോലെ ആൾക്കാർ തൊള്ളേന്നാണ് ഞാൻ ഈ പരിഹാസം കൊത്തുവാക്കം കേൾക്കണം. എത്ര ഒളിഞ്ഞിരുന്നു, എത്ര പോലെ ഹോസ്പിറ്റലിൽ കാണിച്ചു. ആ, നിങ്ങളിവിടെ ഇരിക്കണ്ടമ്മ. നിങ്ങൾ കേട്ടില്ല മാളത്താത്ത പറഞ്ഞത്? മാളത്താത്ത നല്ല സങ്കടത്തിലാണമ്മ. ഞാൻ എന്ത് പറഞ്ഞിട്ടും ആളൊന്ന് സമാധാനപ്പെടണില്ല. പോയിത്താത്താൻ്റെ അമ്മ അങ്ങനൊക്കെ പറഞ്ഞെന്ന് കരുതിയിട്ട് മാളത്താത്ത എന്തിനാ ഇങ്ങനെ സങ്കടപ്പെടുന്നത്?
നിങ്ങളൊന്ന് സമാധാനപ്പെടുത്തിമ്മ മാളത്താത്താനെ. എന്താ മാളത്താത്ത അങ്ങനൊക്കെ പറയുമ്പോളെ കേട്ട് നിക്കാൻ വയ്യ. ഇമ്മ എന്ത് പറഞ്ഞിട്ടാ ഫിദ ആ പാവത്തിന്റെ മുന്നിൽ പോയിട്ട് സമാധാനപ്പെടുത്തേണ്ടത്? ഞാൻ എന്ത് പറഞ്ഞിട്ടാ മാളത്താത്താനെ സമാധാനപ്പെടുത്തുക? മാന്റെ കുട്ടിയൊന്ന് പറഞ്ഞാട്ടെ. ഇന്നെ കൊണ്ട് വെച്ച ആ പാവത്തിന്റെ മുന്നിൽ പോയിട്ട് കളവ് പറഞ്ഞങ്ങാണ്ട് പിടിച്ചു നിക്കാൻ. ഇമ്മ എന്താ പ്രശ്നമ്മ? അതൊന്നുമില്ല പൊന്നോ. അല്ല, എങ്ങനെ ഉണ്ടായിരുന്നു പുറത്തൊക്കെ പോയിട്ട്? ഞങ്ങളെ നാടൊക്കെ ഇഷ്ടപ്പെട്ടാ? ആ ഫിദ ഇഷ്ടായി. എല്ലാ മാളത്താത്ത അവിടെ? മാളത്താത്താനെ ഞാൻ വന്നതിന് ശേഷം പുറത്ത് കണ്ടില്ലല്ല. അത് പിന്നെ പൊന്നോ, ആ മാളത്താത്ത അടുക്കളയിലുണ്ട്. അമ്മ ഇന്നിന്റെ അമ്മായി മോള് വരുന്നനങ്ങാണ്ട് വിളിച്ചിരുന്നിക്കിപ്പോ. ഈ നേരം വെച്ച് ഈ ഉച്ച നേരം വെച്ച് കണ്ടപ്പോ എന്താ വീട്ടിൽ ഉണ്ടാക്കി കൊടുക്കണം. ഇതിന്റെ ഓരോരോ നേരത്ത് അല്ലോ പെണ്ണ ഇപ്പോഴാണ് പറഞ്ഞത്. എന്നിട്ട് അവര് എപ്പൊക്കൊക്കെ എത്തുക? ഉച്ചക്കാകുമ്പോത്തിന് വരുന്ന പറഞ്ഞത്. ആ ഉച്ചക്കൊക്കെ പൊന്നു എനിക്ക് നേരത്തെ പറഞ്ഞോടായിന്നാ. ഇമ്മ അവര് ഫസ്റ്റ് ടൈം അല്ലേ നമ്മളെ വീട്ടിൽ വരുന്നത്, അപ്പൊ ഭക്ഷണമൊക്കെ ഉഷാറാക്കണ്ടേ? അതിന്റെ ആവശ്യം നീ ഫിദ, ഉള്ളത് കൊടുക്കാല. ഇതൊന്ന് പൊയ്ക്ക പൊന്നോ, അത് വേണ്ട പോലും. ഞാൻ എന്തായാലും മാളത്താത്താനോടൊന്ന് പറയട്ടെ. മാളത്താത്ത, 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 മാളത്താത്ത. ആ ഇത് വരണേ. എന്താ ഫിദ, എന്താ കാര്യം? മാളത്താത്ത, പൊന്നുവിന്റെ അമ്മായി മോള് വരുന്നുണ്ടാല, അതും ഉച്ചക്ക കാണാല വരുന്നത്. ആഹാ പൊന്നു, ഇപ്പോഴാണ് ഇതൊക്കെ പറഞ്ഞത്. ഇമ്മ ഇനി എന്താ ചെയ്യ? അവര് ഫസ്റ്റ് ടൈം അല്ലേ വരുന്നത് കണ്ട്. ആ നിങ്ങൾ തമ്മിൽ മക്കളെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ തർക്കിച്ചോണ്ട് കാര്യണ്ടാ? മാളോ ഈ നേരം വെച്ചങ്ങാണ്ടേ എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുപ്പോ? അതിനിപ്പോ നേരം ഉണ്ടാ? ആ ഞാൻ നമ്മളോട് സർവ്വസാധാരണ ഉണ്ടാക്കണമായിരിക്കുമ്മ ചോറും കറിയൊക്കെ ഉണ്ടാക്കിയേക്കണ്. പക്ഷെ അത് പോരല്ലമ്മ. അവര് വരുമ്പോ എന്തെങ്കിലുമൊക്കെ ഒന്ന് വെച്ചുകൊടുക്കാൻ വേണ്ട മുന്നിക്ക്. ഉള്ളത് കൊടുത്താ മതി മാളത്താത്ത. അവർക്ക് അങ്ങനത്തെ പ്രത്യേകത ഒന്നും ഇല്ല. നമ്മളെ വീട്ടിൽ എന്താണോ അത് കൊടുത്താ മതി. അവരൊന്ന് കല്യാണം കഴിഞ്ഞിട്ട് വിരുന്നിനും ഇങ്ങോട്ട് വന്നിട്ടില്ലല്ലോ, അപ്പൊ ഒന്ന് വന്ന് കാണാന്ന് പറഞ്ഞിട്ട് ഇപ്പൊ വിളിച്ചിരുന്ന്. അങ്ങനെ വരികയാണ്. കുഞ്ഞോ അത് മതിയെന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. എന്റെ കല്യാണം കഴിഞ്ഞിട്ടേ ഫസ്റ്റ് ടൈം അല്ലേ അവര് നമ്മളെ പെരേക്ക് വരുന്നത്. അപ്പൊ അതിൻ്റെതായ രീതിയിൽ നമ്മള് അവര് സ്വീകരിക്കണ്ടേ? ഇനിയിപ്പോ ഇങ്ങനെ നിന്ന് പറഞ്ഞു തന്നിട്ട് കാര്യമില്ലല്ലോ. എന്തായാലേ ആബിനോട് വിളിച്ചിട്ട് പറയും ഓനോട് എന്തെങ്കിലും ഒന്ന് കൊണ്ടുവരാന്. ഓളെ അമ്മായി മോള് വരുന്നുണ്ടെന്ന് പറയും. വിളിച്ചിട്ട് പറഞ്ഞാളാ ഓ എന്തെങ്കിലും കൊടുന്നോളും. ഈ സമയം വെച്ചുകാണ്ടേ ഇപ്പൊ വെത്തപ്പെട്ടുകാണ്ടേ ഒന്നും ഉണ്ടാക്കാൻ നിക്കണ്ട. നേരെ ആവില്ല. നേരെ ഇപ്പൊ ഇവിടെ ലോറാൻ കൊടുക്കാനായി. ചെല്ല്. ശരിമ്മ, ഞാൻ ആബിനോട് വിളിച്ച് പറയാ എന്തെങ്കിലും കൊണ്ടുവരാന്. അല്ലാതെ ഇപ്പൊ വേറെ ഒരു മാർഗം ഇല്ല. ഞാനേ പോയി കിടക്കട്ടെ. എന്താ അറിയില്ല, ഇമ്മാക്കൊരു വയ്യായിക പോലെ. ഇനിയിപ്പോ ഷുഗറായിട്ട് കുറഞ്ഞിക്കണാണോ അതൊന്ന് ടെസ്റ്റ് ചെയ്യണം പോയിട്ട്. ഈ കല്യാണത്തിന്റെ ഈ തിരക്കും പാടും ഒക്കെ പാടായപ്പോഴേ അയിമക്ക് വല്ലാതെ അമ്മ നോക്കിയിട്ടില്ല. ഒരു തലൊക്കെ കറങ്ങണ പോലെ. നിങ്ങൾ നോക്കിയിട്ടാ കാര്യങ്ങളൊക്കെ. മൂന്നാളും കൂടി അമ്മ ഒന്ന് പോയി കിടക്കട്ടെ. മാളതാത്ത, ഫിദ, എന്താ പറ്റിയത്? എല്ലാവരും മുഖത്തൊരു സങ്കടം ഉണ്ടല്ലോ. ഇമ്മാന്റെ മുഖത്തുണ്ട്. എന്താ പറ്റിയത് എല്ലാവർക്കും? ഞാൻ അറിയാൻ പറ്റാത്ത കാര്യം വല്ലതാണോ? എന്ത് പറ്റാന്?
ഒന്നും പറ്റിയിട്ടില്ല. പിന്നെ ഇപ്പൊ ഈ അറിയാൻ പറ്റാത്ത ഒരു കാര്യം ഇപ്പൊ ഇവിടെ ഇല്ല. എനിക്ക് ഇപ്പൊ ഒന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല. ഇപ്പൊ വന്ന് കേറിയിട്ടല്ലേ ഉള്ളൂ. കുറെ കഴിഞ്ഞാലേ എനിക്ക് താനും മനസ്സിലാവും എല്ലാ കാര്യങ്ങളും. സീത, എങ്കിലും എന്നോട് പറയും എന്താ പറ്റിയത് എല്ലാവർക്കും? അവികാക്കി ഇവിടുന്ന് പുറത്തേക്ക് പോകുമ്പോ എല്ലാരും നല്ല സന്തോഷത്തിലായിരുന്നല്ല. ഇനിയിപ്പോ വന്നപ്പോ എല്ലാരും മുഖം ആകെ സങ്കടം പോലെ ഇരിക്കണ്. എന്നോട് പറ എന്താ പറ്റിയത്? ഞാനേ ഇപ്പൊ വരാം. കൊറേ നേരമായി ഇക്ക വിളിക്കണ്. ഞാനാന്നുണ്ടെങ്കില് ഫോൺ എടുത്തിട്ടില്ല. ഇഞ്ഞു എടുത്തിട്ടില്ല എന്നുണ്ടെങ്കിലേ ആവിനെക്കാട്ടിയും കഷ്ടാണ് ഇന്റെ കെട്ടിയോന്. മഹാ ചൂടനാണ്. ഞാൻ ഇപ്പൊ വരട്ടാ. എന്നിട്ട് പറഞ്ഞുതരാം എനിക്ക്. അത് ഫിദ പറഞ്ഞത് ശരിയാ പൊന്നോ. നമ്മൾ ആവിനെക്കാട്ടിയെ ഭയങ്കര ചൂടനാണ് ഓളെ മാപ്പിള്. എന്റെ മാപ്പിൾക്ക് മാത്രല്ല ദേഷ്യം, അവനക്കുണ്ട്. എന്ത് ചൂടാന്നറിയ ഇവര് രണ്ടാളും ചൂട്. ഞാൻ തന്നെ ഇടക്ക് ആബിനോട് ചോദിക്കും എന്തിനാടെ ഇങ്ങനെ ചൂടാവണെന്ന്. വെറും കലിപ്പല്ല, ഒന്നൊന്നര കലിപ്പാണ് എന്റെ കെട്ടിയനക്ക്. അതേപോലെ തന്നെയാണ് ഇപ്പൊ ഫിദന്റെ മാപ്പിൾക്കും. പക്ഷെ ഫിദന്റെ മാപ്പിൾക്കുണ്ടല്ലോ എന്റെ മാപ്പിളിന്റെ അത്രേ ഓറ് ഹൈപ്പ് ദേഷ്യമൊന്നും ഇല്ല കേട്ടാ. പക്ഷെ നമ്മളെ ആബിക്ക് എന്താണ് അവൻ ഇങ്ങനൊന്നും ആയിരുന്നില്ല. അവന് പെട്ടെന്നാണ് ഇങ്ങനെ ആയത്. എല്ലാരോടും ഇത്ര ദേഷ്യമൊന്നും ഉണ്ടായിരുന്നില്ല. ദേഷ്യം ഉണ്ടായിരുന്നു, പക്ഷെ ഇത് ഓവർ ദേഷ്യാണ്. ഇന്നോടൊക്കെ എന്തോരം ചാടി കളിക്കുന്നറിയാം. ഇക്ക് പിന്നെ അത് കണ്ട് ശീലായതേ ഞാൻ മെയിൻ്റെ ഒക്കലില്ല. പിന്നെ എന്റെ മൂത്തച്ഛ അങ്ങനെയല്ലട്ടാ, അതൊരു സാധുവാണ്. അത് അങ്ങനെ ഇങ്ങനെയൊന്നും ആരോടും പൊട്ടിത്തെറിച്ച് സംസാരിക്കൂല. ആവി പെരയിലുണ്ടെങ്കിൽ ഈ പെര ഉണർന്നു കിടക്കും. പക്ഷെ എന്റെ മൂത്തച്ഛൻ ഈ പെര ഉണ്ടെങ്കിൽ ഉണ്ടല്ലോ അങ്ങനെ ഒരാൾ ഇവിടെ ഉണ്ട് എന്ന് തന്നെ തോന്നൂല. പിന്നെ സാലൂന് ഈ ദേഷ്യം കിട്ടിയിട്ടില്ല, എന്റെ വലിയ കാക്കാക്കും ഈ ദേഷ്യം കിട്ടിയിട്ടില്ല. ആബിനെ പോലത്തെ ഞങ്ങൾ ഇടക്ക് പറയും ചിലപ്പോ ഇപ്പാന്റെ ദേഷ്യാവുന്നു. ഇപ്പൊ എങ്ങനെയാണ് ദേഷ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഓവർ ദേഷ്യപ്പെടും. ഞങ്ങളുടെ അടുക്കളയിലേക്ക് വാ. മാളതാത്ത എന്തോ മാളതാത്തും ഫിദിന്റെ അടുത്ത് ഒന്നും മാറുന്നുണ്ടല്ലോ. എന്തോ നടന്നിട്ടുണ്ട് ഇവിടെ ഞങ്ങൾ പോയതിന് ശേഷം. വന്നപ്പോഴാണെന്നുണ്ടെങ്കിൽ ഒരാളെ മുഖത്തൊരു സന്തോഷമില്ല. ഇമ്മാക്കും തന്നെ എന്തൊക്കെ ഒരു സങ്കടം പോലെ ഉണ്ട്. അറിഞ്ഞിട്ട് തന്നെ കാര്യം ഉയർത്താത്ത വല്ല പ്രശ്നം ഉണ്ടാക്കിയോ? എങ്ങനെ പറയാ? ഉയർത്താത്തന്റെ കാര്യം ചോദിച്ചിട്ടുണ്ട് മാളതാത്താന്റെ ഉള്ളിലുള്ള പുറത്തിടണം. എന്നാലിപ്പോ മാളതാത്ത പറയുള്ളൂ. എല്ലാം മാളതാത്ത പറയും. ഓരോന്ന് പലതോടി കേച്ചിലത് നന്നായി. ഇപ്പൊ തന്നെ ഇവിടുത്തെ ഓരോ പ്രശ്നങ്ങൾ അറിഞ്ഞിട്ട് ആ പെൺകുട്ടിക്ക് ചടപ്പ് വരുന്നു. ആ പെൺകുട്ടിനെ കാണുമ്പോ പൂവിക്കൊരു ദേഷ്യമാണ്. പൂവിനെ പോലെ തന്നെയാണ് പൂവിന്റെ അമ്മയെന്ന് പറയുമ്പോ അതൊരിതാണ്. മാളതാത്ത നിങ്ങൾ പറയും എന്താ ഇവിടുത്തെ പ്രശ്നം? ഞാൻ വന്നേ മുതൽക്ക് എന്നെ കല്യാണം കഴിച്ച് ഇങ്ങോട്ട് കൊടുന്നേ മുതൽക്ക് ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട് പൂയിത്താത്താക്ക് എന്നോട് ഒരു ദേഷ്യം പോലെ. നിങ്ങൾ പറയും എന്താ ഇവിടുത്തെ പ്രശ്നം എന്നുള്ളത്. അങ്ങനെ ഞാൻ അറിയാൻ പാടിയാത്ത എന്ത് കാര്യം ഇവിടെ ഉള്ളത്? ഇന്നല്ലെങ്കിൽ നാളെ ഞാൻ അത് അറിയുകയും ചെയ്യും. അത് ഇപ്പൊ തന്നെ എന്നോട് പറഞ്ഞതിന് എന്താ കുഴപ്പം? നിങ്ങൾ പറയും മാളതാത്ത. എന്ത് പ്രശ്നം പൊന്ന? മതി മാളതാത്ത, എന്നോട് പറയാൻ താല്പര്യം ഇല്ലെങ്കിൽ പറയണ്ട. താല്പര്യം ഉണ്ടെങ്കിൽ മാളതാത്ത എന്നോട് പറഞ്ഞോളെ. ഞാൻ ചോദിച്ചെന്ന് തന്നെ ഉള്ളൂ. എല്ലാരും മൊത്തം ഒരു സങ്കടം കണ്ടപ്പോ. മാളതാത്ത ഞാൻ കല്യാണത്തിന് മുന്നേ ഫോൺ വിളിക്കുമ്പോഴും പറഞ്ഞീന്ന് ഇവിടെ വന്നിട്ട് എന്നോട് പറഞ്ഞിരുന്നു അന്നെ ഞാൻ സ്വന്തം അനിയത്തിയായിട്ടാണ് കാണുന്നതെന്ന്. അങ്ങനെ അനിയത്തിയായിട്ടാണ് കാണുന്നെന്നുണ്ടെങ്കിൽ മാളതാത്ത പറയും, ഇല്ലെങ്കിൽ പറയൂല. അത് പൊന്ന നമ്മളെ ആവിക്കുണ്ടല്ലോ പൂവിന്റെ മാമന്റെ മോളോടെ ഒരു ഇഷ്ടം ഉണ്ടായിന്ന്. ആ പെൺകുട്ടിക്ക് ആബിന് ഇങ്ങോട്ട് ഇഷ്ടമായിരുന്നു. ഇവിടെ എല്ലാവർക്കും അത് അറിയായിരുന്നു. അങ്ങനെയാണ് ഞങ്ങള് പൂവിനെ കാണുന്നതും സാലൂന് വേണ്ടിയിട്ടേ പൂവിനെ ആ വഴിക്കാണ് പെണ്ണ ആലോചിച്ചതൊക്കെ. അതിന് പൂവിത്താത്താക്ക് എന്തിനാ എന്നോട് ഇങ്ങനെ ദേഷ്യം? എന്നോട് ദേഷ്യം ഉണ്ടാവാനുള്ള കാര്യം ഞാൻ പറഞ്ഞുതരാം. ഞാൻ പറഞ്ഞില്ല എന്നോട്
ആ പെൺകുട്ടി കാരനാണ് നമ്മളെ പൂവിനെ സാരു കാണുന്നതും പെണ്ണ് അന്വേഷിച്ചതും കല്യാണം വരെ എത്തിയത് ആ ഒരു പെൺകുട്ടി കാരനാണ്. ആബിക്കാന്നുണ്ടെങ്കിൽ ആ പെൺകുട്ടി എന്ന് വെച്ചാൽ ജീവനായിരുന്നു. ഇത്രക്ക് ഇഷ്ടായിന്നാ ആബികാക്ക് ആ കുട്ടിനെ. എടി പെണ്ണെ, ഈ ഇങ്ങനെ ടെൻഷൻ ആവല്ലേ, ഇത്ത പറഞ്ഞതൊന്ന് കേൾക്ക്. പെൺകുട്ടിന്റെ വീട്ടുകാർക്കുണ്ടല്ല നമ്മളെ കാട്ടിയേ കുറച്ച് പാകമുള്ള ആൾക്കാരേന്ന്. ആബി പിന്നെ പ്രേമിച്ച് നടക്കാനും ഇപ്പത്തെ കുട്ടികളെമാർക്ക് ചോക്ലേറ്റ് കൊടുക്കാനും ഗ്രീറ്റിംഗ് കാർഡ് കൊടുക്കാനും അതിനൊന്നും നിന്നിട്ടില്ല. ആബി നേരെ അവളെ വീട്ടുകാരോട് സംസാരിച്ച് അവളെ വീട്ടുകാരും നമ്മളെ വീട്ടുകാരും കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ച് കാര്യങ്ങളൊക്കെ സെറ്റായി കല്യാണം ഉറപ്പിച്ച്. കല്യാണം ഉറപ്പിച്ചാ ആ പൊന്നോ, കല്യാണം ഉറപ്പിച്ച്. അങ്ങനെ രണ്ടു വീട്ടുകാര് നല്ല സന്തോഷത്തിലായിരുന്നു. അങ്ങനെ ഒരു കുഴപ്പമില്ലാതെ പോവേന്ന്. സാരുവിന്റെയും ആബിന്റെയും കല്യാണം ഒരുമിച്ച് നടത്താൻ തന്നെ ഇത് എല്ലാരും തീരുമാനം. അങ്ങനെയാണ് ആ പെൺകുട്ടിയെ നമ്മൾ ആബിനോട് പറഞ്ഞതേ കല്യാണം കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ വീട്ടിൽ പോയി നിക്കണമെന്ന്. എന്നിട്ടെന്താ ഇമ്മിപ്പിം പറഞ്ഞ് അതൊന്നും നടക്കൂലെന്ന്. ആബി അതേപോലെ തന്നെ പറഞ്ഞു അങ്ങനെ ഞാൻ എവിടെയും വന്ന് നിക്കൂലെന്നുള്ളത്. പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും വാക്ക് തർക്കായി. അങ്ങനെ കുറെ ഓരോ പ്രശ്നങ്ങളായിട്ട് ഈ പെരയില് എന്നും അങ്ങനെ നടന്ന്. ആബിക്കാന്നുണ്ടെങ്കില് അവര് തമ്മിൽ അടുത്തില്ലേ. ആ പെൺകുട്ടിനെ കുറെ പറഞ്ഞ് മനസ്സിലാക്കാനേ ആബി നല്ലോണം ശ്രമിച്ച്. ആ പെൺകുട്ടിയെന്നുണ്ടെങ്കില് അതിന്റെ വാശിയിൽ തന്നെ ഉറച്ചു നിന്നും ചെയ്ത്. അങ്ങനെ ആബി പറഞ്ഞേ ഇങ്ങനെ പിടിവാശി പിടിച്ചുകാണ്ട് ഇക്ക് ബന്ധം വേണ്ടെന്നുള്ളത്. പക്ഷെ ആ പെൺകുട്ടിക്കാന്നുണ്ടെങ്കിലും ആ പെരക്കാരൊക്കാന്നുണ്ടെങ്കില് ഈ കല്യാണം മുടങ്ങിയിട്ടും അത്ര വലിയൊരു ടെൻഷനോ കാര്യമോ ഒന്നും ഉണ്ടായിട്ടില്ല. പക്ഷെ നമ്മൾ ആബിക്കായിന്ന് ആകെ ഡിപ്രഷൻ പോലെ ആയി. ആള് റൂമിൽ തന്നെയാണ്, ജോലിക്കൊന്നും പോവാതെ പുറത്തേക്ക് ഇറങ്ങൂല, ഫുഡ് കഴിക്കൂല, വെറും റൂമിൽ വാതിലടച്ചിങ്ങാണ്ട് വെറും ഇരുത്തായിരുന്നു. പിന്നെ അവന്റെ ഫ്രണ്ട്സൊക്കെ പാടെ വന്ന് അവനെ കുറെ മാറ്റിയെടുത്ത്. എന്ന് വരും അവന്റെ ഫ്രണ്ട്സുകള്. അങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കി അവനങ്ങോട്ട് മാറി ചിന്തിപ്പിച്ച്. പിന്നെ നമ്മളെ പൂവിന്റെയും സാലുവിന്റെയും കല്യാണ ഒരുക്കങ്ങളും അങ്ങനൊക്കെ ആയിട്ട് പിന്നെ അതിന്റെ ബിസിയില് കുറെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നിട്ട് പിന്നെ അവനക്ക് ആ ഒരു ടെൻഷൻ അങ്ങനെ മാറി കിട്ടി അവന്. പിന്നെ സാലുവിന്റെ കല്യാണം കഴിഞ്ഞ പാടന്നെ നേരെ ഗൾഫിൽ പോയി. പിന്നെയാണ് ഒരു ബ്രോക്കർ അന്റെ കല്യാണാലോചന കൊണ്ടുവരലും അന്നെ കാണലും ഇഷ്ടപ്പെടലും. പിന്നെ അങ്ങനെ അങ്ങനെ ഇവിടെ വരെ എത്തി. ഈ കാര്യം കൊണ്ടാണ് പൂയിത്താത്താക്ക് എന്നോട് ദേഷ്യം. ആ കുട്ടിനെ നമ്മൾ ആവി കല്യാണം കഴിച്ചില്ലല്ലോ, അന്നെ കല്യാണം കഴിച്ചും ചെയ്ത് എന്നോടുള്ള പെരുമാറ്റം ഇതൊക്കെ കാണുമ്പോഴേ അവൾക്കൊരു ചെറിയൊരു കുശുമ്പ്. അത് കാര്യാക്കണ്ട ട്ടാ. അത് കുറെ കഴിഞ്ഞാലേ പൂയിത്താത്താന്റെ സ്വഭാവം മാറും, വേറെ ഒന്നുമല്ല. അല്ലാതെ പൂയിത്താത്താക്കേ എന്നോട് പ്രത്യേക ദേഷ്യമൊന്നും ഇല്ല. ഈ ഒരു ചെറിയൊരു കുശുമ്പും കുഞ്ഞായ്മയും, വേറെ ഒന്നുമല്ല. ഇച്ചത് മെയിൻറ്റെയിൻ ചെയ്യണ്ട. പിന്നെ പൂയിത്താത്ത ആളൊരു പാവാണ്. ഈ പുറത്തേക്കുള്ള ദേഷ്യവും വാശിയും കുശുമ്പും ഒക്കെ തന്നെ ഉള്ളൂ, ഉള്ളിലൊരു പാവാണ്. കുറെ കഴിഞ്ഞാലേ എന്നോടുള്ള ദേഷ്യമൊക്കെ മാറും. പിന്നെ ഞാൻ എന്നോട് ഈ വക കാര്യം ഒന്നും പറഞ്ഞെന്നുള്ളതേ ആബിനോട് പറയാൻ നിക്കണ്ടട്ടാ. ഓൻ എന്നോട് പറഞ്ഞോട്ടെ, ഓൻ എന്നോട് എന്തെങ്കിലും പറയുമ്പോ പറഞ്ഞോട്ടെ. പക്ഷെ ഈ ആയിട്ട് ഇത് ആബിനോട് ചോദിക്കാനും പറയാനും നിക്കണ്ടട്ടാ. ഇല്ലത്താ, ഞാൻ പറയൂല ആവിക്കാനോട്.